ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് അഗെയിൻ നമ്മളൊരു ഐക്യ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതേ വലിയൊരു ബോക്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഐക്യയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള അടുത്ത പാഴ്സൽ. ഇത് മൂന്നാമത്തെ പാഴ്സലാണ് കേട്ടോ. കഴിഞ്ഞ പാഴ്സലിലാണ് നമുക്ക് ഈ ഒരു സ്റ്റഡി ടേബിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ക്യാമറ ചെയ്യാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ക്യാമറ എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തു, ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ട്രൈപോഡിൽ വെക്കാം. അപ്പം നമുക്ക് അങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ? ശരിക്കും ഐക്യയിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങി തുടങ്ങിയാൽ നമുക്ക് അതിനോടൊരു അഡിക്ഷൻ ആവട്ടെ. കാരണം എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. കോസ്റ്റ് വൈസ് ആണെങ്കിൽ ഐക്യയിൽ നമുക്ക് നല്ല ഹൈ റേഞ്ചിലുള്ളതുകൊണ്ട് ഒരു മീഡിയം റേഞ്ചും അത്യാവശ്യം ലോ പ്രൈസിലും പിന്നെ ഓഫേഴ്സൊക്കെ ഉണ്ടാകുമ്പം നല്ല കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുമല്ലോ. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലുള്ളവർക്കൊക്കെ ആക്സസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ബാംഗ്ലൂരോ ഹൈദരാബാദോ മുംബൈ ഒക്കെ പോകണം ഈ ഐക്യൻ്റെ എന്തെങ്കിലും. അങ്ങനെ നമ്മൾ ബോക്സ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് 1 by 1 നോക്കാം അല്ലേ? ഇത് ബാത്റൂം മാറ്റാണ് കേട്ടോ. ബാത്റൂം മാറ്റ് ഇതിൻ്റെ പ്രൈസൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഐക്യൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ഐക്യൻ്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്താണെന്ന് മനസ്സിലാവും. ശരിക്കും നമ്മൾ ഇവിടുന്ന് 200 300 ഒക്കെ കൊടുത്തിട്ട് മാറ്റ്സ് വാങ്ങിക്കൂലേ, അതിനേക്കാളും ക്വാളിറ്റിയാണ് പിന്നെ അതേ കോസ്റ്റുമാണ് വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ എൻ്റെ മാറ്റുകളൊക്കെ ഫുൾ കച്ചറായിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് ഇയറോ അതിൻ്റെ മുന്നൊക്കെ വാങ്ങിയിട്ടുള്ള മാറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാത്ത് മാറ്റ്സ് ഒരു 4-5 വാങ്ങിയിട്ടുണ്ട്. പല കളറിലും അവൈലബിൾ ആണ്. പിന്നെ ഇതിലും കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള മാറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. നല്ല അടിപൊളി കളേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള ബാത്ത് മാറ്റ്സ്. നല്ല അടിപൊളിയാണ്, വെയ്റ്റ്ലെസ്സും ആണ്, മാത്രമല്ല സ്ലിപ്പ് ആവേയില്ല. അപ്പോൾ ഇനി അടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് ഞാനൊരു ബേക്കിംഗ് ട്രേ ആണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ബ്രെഡ് ബേക്ക് ചെയ്യുന്ന ഒരു ട്രേ. ഇതിനൊക്കെ അന്ന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തോ നമ്മളെ ദസറ ഹോളിഡേയ്സ് ഇല്ലേ, ദസറൻ്റെ സമയത്ത് ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് അല്ല, ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇങ്ങനത്തെ 2 സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിൻ്റെ അടിയിൽ വീലുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ഈ ബെഡിൻ്റെ നമ്മളെ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പം നിസ്കാരക്കുപ്പായം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഒരു ഗ്ലൗ വാങ്ങിയിട്ടുണ്ട്, അവൻ ഗ്ലൗ. അവൻ ഗ്ലൗ 2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പെയറാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് വിരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി, അതായത് ഡ്രൈയിങ് മാറ്റാണ്. ഇപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കുന്ന റാക്ക് ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ആ റാക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫുൾ ഇതിൽ അബ്സോർബ് ആവും. അവിടെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കൂല. അപ്പം അതിൻ്റെ ഒരു സാധനം. പിന്നെ ഇതുപോലെ കണ്ടെയ്നേഴ്സ് 3 നമുക്ക് ഓവൻ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു വലിയ ബേക്കിംഗ് ട്രേ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫുൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട്
ഫുൾ ചിക്കനും അതിൻ്റെ കൂടെ കുറേ വെജീസൊക്കെ വെച്ചിട്ട് ഒരു 6-7 ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഓവനിൽ നല്ല രസത്തിൽ നല്ല ക്വാണ്ടിറ്റിയിൽ വെക്കാം. സാധാരണ അവൻ്റെ കൂടെ കിട്ടുന്ന ട്രേ എന്ന് പറഞ്ഞാൽ വലിയ ട്രേ ആയിരിക്കും. അപ്പോൾ അതിൽ അത്ര അങ്ങോട്ട് നമുക്ക് കൊള്ളൂല. മാത്രമല്ല ഓവർഫ്ലോ ചെയ്യും, വെള്ളമൊക്കെ പുറത്തേക്കാവും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല അത്യാവശ്യം കുഴിയുള്ള പാത്രമാണ്. ഇത് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു 200 റുപ്പീസോ അങ്ങനെ കണ്ടാണ് ഈ ട്രേക്ക് ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഷുഗർ നമ്മളെ ടേബിളിൽ സാധാരണ നമ്മൾ ഉറുമ്പൊക്കെ കയറില്ല, അപ്പോൾ ഉറുമ്പൊന്നും കയറാത്ത വിധത്തിലുള്ളൊരു പാത്രമാണ് കേട്ടോ അത്. ഷുഗർ ഇടുന്നൊരു പാത്രമാണ്. നമുക്കിത് ടേബിളിൽ തന്നെ വെക്കാം. ഗ്ലാസ് ആണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 2 ബൗളാണ് കേട്ടോ. ബൗളല്ല, നമ്മളെ പാസ്ത പ്ലേറ്റ് ഇല്ലേ, ആ ഒരു എന്താ നമുക്ക് പാസ്ത അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് കുഴിയുള്ള പാത്രം. നമുക്ക് ചിക്കൻ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന പാത്രമാണ്. അപ്പം അതുപോലത്തെ ഒരു 3-4 പാത്രം വാങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബോക്സ് വലുത് ആണ്, പക്ഷെ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. വീട്ടിൽ ഞാൻ അല്ലാണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. ഇതുപോലെ ഓരോന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് എന്ത് വാങ്ങിക്കണം എവിടെ വെക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഐക്യയിൽ നിന്ന് ചിലപ്പം പോയിട്ട് വാങ്ങിക്കാറുണ്ട്. ആദ്യമൊക്കെ പോയിട്ടായിരുന്നു, ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിക്കാറ്. എങ്ങനെയാണ് ഓൺലൈനിൽ വാങ്ങിക്കേണ്ടത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ പോയിട്ട് വാങ്ങിക്കാം. എന്തായാലും ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എപ്പോഴും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടേ വാങ്ങിക്കാറുള്ളൂ. ഇങ്ങനെ ഞാൻ കണ്ട എല്ലാ സാധനവും ഇങ്ങനെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാറില്ല. പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ കയ്യിലുണ്ട്, അത്യാവശ്യം ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. ഞാൻ കാര്യമായിട്ട് ഈ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് ബാത്റൂം മാറ്റ്സ് ആണ്. അതെനിക്ക് ഭയങ്കര ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പം അടുത്തൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം അത് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ചില്ലറ സാധനങ്ങളും കൂടെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ വേറൊരു വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. ഈ ഡ്രോയിങ് മാറ്റൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.